പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തനിക്കും തന്റെ ഭാര്യക്കും തന്റെ മകൾക്കും തന്റെ മകനും തന്റെ മരുമോനും എങ്ങനെ ഇവിടെ അർമാദിക്കാം എന്നുള്ളത് മാത്രമായിരുന്നു ഇയാളുടെ ലക്ഷ്യം. വീണയെ ഇഡി ചോദ്യം ചെയ്തപ്പോൾ വീണ പറഞ്ഞിരിക്കുന്നല്ലേ പറയിപ്പിക്കും. ആരാണ്, ആർക്കു വേണ്ടിയിട്ടാണ് പൈസ, ആർക്കു വേണ്ടിയിട്ടാണ് ഈ പൈസ? വീണ പറയല്ലോ, അല്ലെങ്കിൽ വീണ പറഞ്ഞില്ലെങ്കിലും ഇഡി പറയിപ്പിക്കുമല്ലോ. അപ്പോൾ അടുത്ത സമൻസ് ആർക്ക്? കാരണഭൂതത്തിന് സമൻസ് കിട്ടിയാൽ ശേഷം കാര്യങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാം. അരവിന്ദ് കെജ്രിവാൾ അല്ലേ, എന്തൊക്കെയായിരുന്നു? കെജ്രിവാൾ ഇന്ത്യ എങ്ങനെ പിടിക്കാൻ പോവാണ്, ഇന്ത്യ ഭരിക്കാൻ പോവാണ്. കെജ്രിവാൾ അല്ലേ, അവസാനം കിടന്നില്ലേ മാസങ്ങളോളം ജയിലിൽ കിടന്നില്ലേ. ഇപ്പൊ എന്ത് കെജ്രിവാൾ അല്ലേ. അപ്പോഴേതായാലും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, വീണക്ക് പിന്നാലെ ആരാണ് അകത്തേക്ക് പോകുന്നത്? വീണക്ക് പിന്നാലെ കാരണഭൂതമാണ് അഴികൾക്കുള്ളിലേക്ക് പോകുന്നത്. അതോടുകൂടി CPM രക്ഷപ്പെട്ടേക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കല്ലേ. രക്ഷപ്പെടണമെങ്കിൽ അത്യാവശ്യം ബോധം വിവരമുള്ള ആരെങ്കിലും ഇതിന്റെ അകത്ത് വേണ്ടേ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കഴിഞ്ഞ 28 വർഷം പാർട്ടിയെ ഈ മനുഷ്യൻ മോഹൻലാലുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി. ആ പറഞ്ഞതിന്റെ ബാക്കി EMSനും AKGക്കൊക്കെ ഉണ്ടായിരുന്ന ആ വിവരമൊന്നും തനിക്കില്ല. തനിക്ക് പ്രായോഗിക വിവരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തനിക്ക് വിവരമില്ലാത്തൊരു മണുഗുണാഞ്ചനാണ് താനെന്ന് പിണറായി തന്നെ സമ്മതിക്കുകയാണ്. ഇത് നമ്മളോട് നേരത്തെ ആര് പറഞ്ഞിരുന്നു? ജയിലിൽ പോയ ഒരാളുണ്ടല്ലോ. ജയിലിൽ പോയ പിണറായി വിജയന് വേണ്ടി സ്വർണ്ണക്കൊള്ളക്ക് കൂട്ടുനിന്നിട്ട് ജയിലിൽ പോയ മൂപ്പര പഴയ ശിവശങ്കർ അല്ലേ, പഴയ സെക്രട്ടറി ശിവശങ്കർ പറഞ്ഞിട്ടുണ്ട്. ശിവശങ്കർ ഒരു മദ്യപാന സദസ്സ് പറഞ്ഞിട്ടുണ്ട്, ഇയാൾക്ക് വലിയ വിവരമൊന്നുമില്ല. നമ്മളെന്ത് എഴുതി കൊടുത്താൽ അതിന്റെ അടിയിൽ ഷൂ വരയ്ക്കും, എന്ന് പണ്ട് ഈ പറയുന്ന പഴയ അദ്ദേഹത്തിന്റെ സെക്രട്ടറി പറഞ്ഞിരുന്നതാണ്. സ്വപ്നയുടെ കൂട്ടുകാരൻ പറഞ്ഞിരുന്നതാണ്. ശിവശങ്കർ പറഞ്ഞിരുന്നതാണ്. നാം അത് കേട്ടതാണ്. അപ്പൊ ഈ വിവരമില്ലാത്ത ഈ മനുഷ്യൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, തന്റെ പാർട്ടിയിൽ തനിക്ക് വിവരമില്ല, പക്ഷെ തന്റെ പാർട്ടിയിൽ ആരും തന്നെക്കാൾ വിവരമുള്ളവരാകരുത് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മന്ദബുദ്ധികളാവാൻ താല്പര്യമില്ലാത്തവർ, ചിന്താശേഷിയുള്ളവർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. അങ്ങനെ എത്ര പേർ. വിജയം മാഷിന്റെ ഒരുപാട് യാത്രികരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അത്യാവശ്യം കമ്മ്യൂണിസത്തെ കുറിച്ച് അറിയുന്ന അല്ലെ, കമ്മ്യൂണിസം എന്താണെന്ന് അറിയുന്ന കെ.സി. ഉമേഷ് ബാബുവിനെ പോലെ എത്ര കമ്മ്യൂണിസം എന്താണെന്ന് അറിയുന്ന ധീരസഖാക്കളെല്ലാം പോയി. അതല്ലാത്ത മന്ദബുദ്ധികളൊക്കെ അതിൻ്റെ അകത്തിരുന്നു, മന്ദബുദ്ധികൾ മാത്രം. പിന്നെ ചിന്താശേഷി ഉണ്ടായിട്ടും അത് പുറത്തേക്ക് പടർത്താൻ ധൈര്യമില്ലാത്ത പിണറായി വിജയന്റെ മുന്നിൽ വാലും ചുരുട്ടി പേടിച്ചു വിറച്ച് തങ്ങളുടെ ചിന്താശേഷിയും തങ്ങളുടെ വൈകാരികമായ തങ്ങളുടെ അനുഭവങ്ങളും അതല്ലാത്ത ആശയങ്ങളുടെ ഏറ്റവും വലിയ ആഴക്കടലും എല്ലാം അവര് ഒതുക്കി വെച്ചിട്ട് പിണറായി വിജയന്റെ മുമ്പിൽ എന്തായി നടിച്ചു? മന്ദബുദ്ധികളായി നടിച്ചു. അങ്ങനെയുള്ള കുറെ ആൾക്കാർ, അശോകൻ ചെരുവിലിനെ പോലെയുള്ള ഈ പറയുന്ന പുകാസക്കാർ ഒക്കെ അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ വിവരം അറിവൊന്നും ഇല്ലാത്ത പാണ്ഡ്യാല ഷാജി ചോദിച്ചിട്ടുണ്ട്, ഇയാൾക്ക് കമ്മ്യൂണിസത്തെ കുറിച്ച് വല്ലതും അറിയുന്നു, ഇയാൾക്ക് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസിനെ കുറിച്ച് വല്ലതും അറിയുമെന്ന് ചോദിച്ചിരുന്നു, ഇയാൾക്ക് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെ കുറിച്ച് വല്ലതും അറിയുമെന്ന് ചോദിച്ചിരുന്നു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും ഇയാൾക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും അറിയില്ല. നമുക്കറിയാം ഇയാൾക്ക് അറിയില്ല എന്ന് മാത്രമല്ല, ഇയാൾ കഴിഞ്ഞ 28 വർഷം പാർട്ടിയിലെ എല്ലാവരെയും ഷണ്ഡീകരിച്ചു, എല്ലാവരെയും ഇതേപോലെ മന്ദബുദ്ധികളാക്കി. അതല്ലാത്തവർ ചാടി, അതല്ലാത്ത ആൾക്കാർ അവരുടെ ചിന്താശേഷി ഉള്ളിലേക്ക് ഒതുക്കി. അതാണ് ജ്യോതിഷോട് ചോദിച്ചത്. ഇയാൾക്ക് പ്രസംഗം എഴുതി കൊടുക്കാൻ പോലും, പിണറായി വിജയൻ ഒരു പ്രസംഗം എഴുതി കൊടുക്കാൻ പോലും പറ്റുന്ന ആൾക്കാർ പാർട്ടിയിലില്ലല്ലോ എന്നാ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ അത്രയും വിവരമില്ലാത്ത ആൾക്കാരാക്കി. അങ്ങനെ വരിയുടച്ചു കളഞ്ഞു സഖാക്കളെ മുഴുവനും, ഒരു വിഭാഗത്തെ മുഴുവനും പേടിപ്പെടുത്തിയിട്ട് ആ പേടിയില് ആൾക്കാരാകെ മന്ദബുദ്ധികളായി മാറി. അങ്ങനെയുള്ള മന്ദബുദ്ധികളാണ് മുഴുവൻ. ആരാണ് ഏറ്റെടുക്കുക? ഇയാൾ മാറിയാൽ, ഇയാൾ ജയിലിൽ പോയാൽ
എന്തായാലും ഇയാൾ ചിരഞ്ജീവിയൊന്നുമല്ലല്ലോ, ചിരഞ്ജീവിയൊന്നുമല്ലല്ലോ. ഒരു മനുഷ്യന്റെ ഒരു ആയുർദൈർഘ്യമൊക്കെ ഇല്ലേ? അത് കഴിഞ്ഞാൽ ആരാണ് ഈ പാർട്ടിയുടെ സാരഥ്യം ഏറ്റെടുക്കുക? ആർക്ക് പറ്റും? ആരാണുള്ളത്? ആരുമില്ലാന്നേ. എല്ലാവരും ഒരു കണക്കിന് മന്ദബുദ്ധികളും പൊട്ടന്മാരും കോമാളികളും. ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് ഈ പാർട്ടി രക്ഷപ്പെടില്ല. ചരിത്രത്തിൽ അല്ലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഈ രീതിയിലുള്ളൊരു നേതാവ് ഉണ്ടായിട്ടില്ല കേട്ടോ. പാർട്ടിയെ തനിക്ക് വേണ്ടിയിട്ട്, തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു പാർട്ടിയെ ഒന്നടങ്കം നശിപ്പിച്ച ഒരാൾ, കമ്മ്യൂണിസത്തെ നശിപ്പിച്ച ഒരാൾ. കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ ഒരിക്കലും ഈ മനുഷ്യന് മാപ്പ് കൊടുക്കില്ല കേട്ടോ. പലരും ചോദിക്കുന്ന ചോദ്യം, ഇപ്പൊ വീണയെ നേരത്തെ SFIO ചോദ്യം ചെയ്യുകയും വീണ പറയാനുള്ള കാര്യങ്ങളൊക്കെ SFIOക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് തനിക്ക് 2.78 കോടി കിട്ടിയിട്ടുണ്ട്. അതിപ്പം വീണ പറയാൻ തന്നെ അറിയാം. അതിനുള്ള ബാങ്ക് ട്രാൻസാക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മുമ്പിലുണ്ട്. പിന്നെ വീണയോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്ത് സേവനമാണ് നൽകിയത്? അതാണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്, എന്ത് സേവനമാണ് വീണ CMRL കൊടുത്തത്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. വീണ പ്രത്യേകിച്ച് ഒരു സേവനം കൊടുത്തില്ലാന്നേ. ഈ കരാർ ഉണ്ടാക്കിയത് അതായത് CMRLുമായി വീണയുടെ എക്സാലോജിക് എന്ന് പറയുന്ന പാട്ട കമ്പനി കരാർ ഉണ്ടാക്കിയത് CMRLന് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് നൽകാനൊന്നും അല്ല. അങ്ങനെ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് നൽകണമെങ്കിൽ ഈ കർത്താക്ക് അല്ലെങ്കിൽ CMRLന് ഇവിടെ ഈ ബാംഗ്ലൂര് എത്ര അല്ലെങ്കിൽ കേരളത്തില് എത്ര കമ്പനികളുണ്ട്? വീണയുടെ പാട്ട കമ്പനിയുമായിട്ട് കരാർ ഏർപ്പെടണോ? അപ്പൊ ഇതിലൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് പിണറായി വിജയൻ കൈക്കൂലി വാങ്ങുന്നതിന് പകരം വീണ കുറേയും കൂടിയും എന്ന് പറയാൻ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബാങ്ക് വഴി കൈക്കൂലി വാങ്ങും. അതായത് ബാങ്ക് വഴി കൈക്കൂലി വാങ്ങാനുള്ള ഒരു ഏർപ്പാടാണ്. താൻ അവിടെ സേവനം നടത്തി എന്ന് വരുത്തി തീർത്ത് അതിന്റെ പ്രതിഫലം എന്ന രീതിയിൽ കൈക്കൂലി. ഒന്ന് ആലോചിച്ച് നോക്കണം. വീണയുടെ കുരുട്ടുബുദ്ധി അല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് കാരണഭൂതത്തിന്റെ കുരുട്ടുബുദ്ധിയാണ്. എന്താ സംശയമുണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ 2.78 കോടി രൂപ വാങ്ങിയത് ആരാ? വീണയല്ല. കാരണഭൂതം മോളെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതിന്റെ ഉള്ളറ കഥകൾ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റില് വിനു ഈ കാര്യം പറഞ്ഞപ്പോഴാണ് പലരും ഇതിന്റെ ഒരു താല്പര്യം, അതായത് പിണറായി വിജയനാണ് ഇതിന്റെ പിന്നിലുള്ള കേന്ദ്ര ബിന്ദു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ്, പുതിയ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം വിനു ഏഷ്യാനെറ്റ് ചാനലിലൂടെ പുറത്തുവിട്ടത്. അതായത് യഥാർത്ഥത്തിലെ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ്, ഞാൻ അന്തംഗമികളോടാണ് പറയുന്നത്, അന്തംഗമികളോട് കൂടിയിട്ടാണ് പറയുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നത് ആരോഗ്യ വകുപ്പിന്റെ കീഴിലായിരുന്നു. അതായത് വളരെ നേരത്തെ തന്നെ VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് PK ശ്രീമതിയായിരുന്നു ആരോഗ്യമന്ത്രി. PK ശ്രീമതിയുടെ കീഴിലായിരുന്നു ഈ വകുപ്പ്. മലിനീകരണ നിയന്ത്രണ ബോർഡ് അവരുടെ കീഴിലായി. ഇത് പരിസ്ഥിതി വകുപ്പ് തന്നെ. പരിസ്ഥിതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഈ ബോർഡ് ശ്രീമതിയുടെ കീഴിലായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് 2016 പിണറായി അധികാരമേൽക്കുമ്പോൾ KK ശൈലജയാണ് ആരോഗ്യമന്ത്രി. അപ്പൊ KK ശൈലജയുടെ മന്ത്രാലയത്തിലാണ് ഈ പറയുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉള്ളത്. ഏതാനും മാസം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ശൈലജ ടീച്ചറിൽ നിന്ന് ആ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചോദിച്ചു വാങ്ങി. എല്ലാം എടുത്തു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പിണറായി വിജയൻ പറയുന്നു. ഇവിടെയാണ് കൂട്ടരെ ആദ്യമായി പിണറായി വിജയന്റെ കുരുട്ടുബുദ്ധി പ്രവർത്തിക്കുന്നത്. പിണറായി വിജയൻ അറിയാം, അങ്ങേപ്പുറത്ത് CMRL കമ്പനി, ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ട കമ്പനി, കേരളത്തിന് ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക നാശം ഉണ്ടാക്കുന്ന കമ്പനി. ആ കമ്പനിക്ക് ഇവിടുത്തെ കരിമണൽ വേണം. അപ്പൊ ഈ കരിമണൽ യഥേഷ്ടം എടുക്കാനുള്ള എല്ലാ സാധ്യതകളും, കേന്ദ്ര നിയമം വന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ കരിമണൽ എടുത്തുകൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയന്ത്രണവും ഇല്ലാതെ കരിമണൽ എടുത്തുകൊള്ളാനുള്ള അനുവാദം, അത് കഴിഞ്ഞിട്ട് പരിസ്ഥിതിയെ നശിപ്പിക്കാനുള്ള അനുവാദം, ഇതൊക്കെ കരിമണൽ കർത്താക്ക് കൊടുക്കാം. തന്റെ കീഴിലാണിത്, താനാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ പിണറായി വിജയൻ കരിമണൽ കർത്തായോട് പറയാണ്, എടോ കർത്താവേ, അങ്ങനെയാണ് കർത്തായല്ല, എടോ കർത്താവേ, താൻ കരിമണലൊക്കെ എടുത്തോടോ,
താൻ ഈ പരിസ്ഥിതിക്ക് എന്ത് നാശം വേണം വരുത്തിക്കോ. ആർക്ക് വേണോ പരിസ്ഥിതി? നമുക്ക് പൈസ കിട്ടണം, നമുക്ക് പൈസ കിട്ടണം. ഇതാണ് നടന്നത്. എന്താ സംശയം ഇതില്? അവിടെയാണ് ഏറ്റവും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതായത് നമ്മുടെ കമലേച്ചിയുടെ സഹോദരിയുടെ മകൻ നവീൻ. ഏത് കമലേച്ചി? പിണറായി വിജയന്റെ ഭാര്യ കമലയുടെ സഹോദരിയുടെ പുത്രൻ നവീൻ. നവീനെ കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോ ബന്ധു നിയമനം എന്നൊക്കെ പറഞ്ഞു കണ്ട് സണ്ണി ജോസഫിന്റെ അളിയനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് സഖാക്കന്മാര് ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ. എടോ സഖാക്കന്മാരെ, കമലയുടെ സഹോദരിയുടെ പുത്രനെ എവിടെ പ്രതിഷ്ഠിച്ചു എന്നറിയോ? മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സ്പെഷ്യൽ അഭിഭാഷകനായിട്ട്. എന്ന് പറഞ്ഞാൽ ഈ പരിസ്ഥിതി വകുപ്പുമായി ബന്ധപ്പെട്ട ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അഭിഭാഷകൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ കേസ് കൂട്ടങ്ങളും കൈകാര്യം ചെയ്യുന്ന ആള് ആര്? പിണറായി വിജയന്റെ സിൽബന്തി, പിണറായി വിജയന്റെ ഭാര്യയുടെ സഹോദരിയുടെ പുത്രൻ. അപ്പൊ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അധിപൻ പിണറായി വിജയൻ, അവിടെ വല്ല പ്രശ്നം ഉണ്ടായാൽ ഇത് കേസ് വാദിച്ചെങ്ങാണ്ട് ഇത് അൽക്കുത്താക്കാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ സഹോദരിയുടെ പുത്രൻ അങ്ങനെ കരിമണൽ കർത്തായുടെ കമ്പനിക്ക് എല്ലാ തോന്നിയാസവും ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയാണ്. പക്ഷെ എന്ത് കിട്ടണം? കൈക്കൂലി കിട്ടണം. ഈ കൈക്കൂലി എങ്ങനെ വാങ്ങാം എന്ന് ചോദിച്ചപ്പോഴാണ് മൂപ്പർക്ക് ഒരു ഐഡിയ തോന്നിയത്. എങ്ങനെ? ബാങ്ക് വഴി. ഈ അന്തംഗമികൾ ഇപ്പോഴും പറയുന്ന പോലെ ബാങ്ക് വഴി ടാക്സ് അടച്ചാ പോരെ, ബാങ്ക് വഴി GST അടച്ചാ പോരെ, ഇതിൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമെന്ന് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് പറഞ്ഞു ബാങ്ക് ട്രാൻസാക്ഷൻ ആയിക്കോട്ടെ. അപ്പൊ വെറുതെ ബാങ്ക് വഴി ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ട് ഒരു പാട്ട കമ്പനി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ഒരു കരാറുണ്ടാക്കിക്കോന്ന്, ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഒരു കരാറുണ്ടാക്കി. ഒരു കുന്തവും ചെയ്തിട്ടില്ല, ഒരു കുന്തവും ഒരു കൊടച്ചക്രവും ചെയ്തിട്ടില്ല. കടപ്പാട് നമ്മുടെ സജി ചെറിയാനാണ് എന്താണ് കൊടച്ചക്രം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ സജി ചെറിയാൻ പറഞ്ഞ പോലെ ഒരു കുന്തവും കൊടച്ചക്രവും വീണ വിജയൻ ചെയ്തു കൊടുത്തിട്ടില്ല. വീണ വിജയൻ ചെയ്യാൻ അറിയില്ലാന്നേ. തട്ടിമുട്ടി പാസ്സായതാണ്. ITയുടെ ABCD അറിയില്ല. അവിടുത്തെ എൻട്രൻസ് എക്സാം പോലും വേറെ ആരോ എഴുതിയതാണ് പറയുന്നത്. വീണക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള എൻട്രൻസ് എക്സാം പോലും വേറെ ആരോ എഴുതിയതാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആവാനേ തരവുള്ളൂ. 5 സഖാക്കളെ വെടിവെച്ച് കൊല്ലുമ്പോഴാണ് അല്ലേ സ്വാശ്രയ കോളേജിനെതിരെ 5 സഖാക്കളെ വെടിവെച്ച് കൊല്ലുമ്പോഴാണ് പിണറായി വിജയന്റെ പുന്നാര മോള് സ്വാശ്രയ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇമാതിരി ഒരു നേതാവ് വേറെ വല്ലയിടത്തും ആണെങ്കിലുണ്ടല്ലോ, ഇയാളെ സഖാക്കന്മാരെ പാർട്ടിയിലെ അണികൾ ഇയാളെ ചവിട്ടി തെറിപ്പിക്കും. കാരണഭൂതമേ കടക്കട പുറത്തെന്ന് പറയും. തന്റെ മോള് താൻ മറ്റേ സ്വകാര്യ ഈ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി വിടുകയല്ലേ, എന്നിട്ട് ഇവിടെ അതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് സഖാക്കളെ ഇറക്കി വിടുകയല്ലേ. തന്റെ മോൾ അവർക്കൊക്കെ സ്വാശ്രയ കോളേജിൽ പഠിക്കാം. ഈ പാവം സഖാക്കളെ പറഞ്ഞ് പിരികേറ്റി അവസാനം 5 പേരെയാണ് വെടിവെച്ച് കൊന്നത്. പുഷ്പൻ ജീവിതകാലം മുഴുവൻ നരകിച്ച അവസാനം പുഷ്പനും യാത്രയായി. ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്തൊരു കാര്യം. പിണറായി വിജയന്റെ കണ്ണിൽ ചോര ഈ മനുഷ്യനോ? കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം. ഞാൻ ആ കഥയിലേക്ക് വരുന്നില്ല കേട്ടോ, അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ കരിമണൽ കർത്തായുടെ കമ്പനിക്ക് എല്ലാവിധ പാരിസ്ഥിതിക നാശവും വരുത്തിക്കൊള്ളാൻ നിങ്ങൾ കരിമണൽ എടുത്തോ, നിങ്ങൾ അത് പ്രോസസ് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല, എന്ത് വന്നാൽ മതി, എനിക്ക് കൈക്കൂലി മതി. അപ്പോഴാണ് കരിമണൽ കർത്ത വീണക്ക് 2.78 മാസം എത്ര? മാസം 8 ലക്ഷം. മാസം 8 ലക്ഷം. നമ്മൾ ഏറിയ ഇടപാടും കേട്ടിരിക്കുന്നേ. കമ്പനിക്ക് 3 ലക്ഷം മാസം, കമ്പനിയുടെ മുതലാളിക്ക് വേറൊരു 5 ലക്ഷം പേഴ്സണൽ അക്കൗണ്ടിലേക്ക്. ഇതെവിടെയും കേട്ടിരിക്കുന്നു. ഒരു കമ്പനി വേറൊരു കമ്പനിയുമായിട്ട് കരാർ ഏർപ്പെടുക, ശരി, കമ്പനിക്ക് അയച്ചു കൊടുക്കുന്നു. ഇത് കമ്പനിക്ക് മാത്രമല്ല, കമ്പനിയുടെ മുതലാളിക്ക് വേറെ. അങ്ങനെ വീണക്ക് കമ്പനിക്കും കൂടി 8 ലക്ഷം. അങ്ങനെയാണ് 2.78. ഇതെല്ലാവർക്കും അറിയുന്ന കഥയാണ്. ഇതിന്റെ ഒരു ഉള്ളറകളാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോ ഇതിന്റെ പിന്നിൽ ചരട് വലിച്ചത് ആര്? പിണറായി വിജയൻ. പറഞ്ഞല്ലോ, അന്ന് റെയ്ഡ് നടക്കാൻ വന്നപ്പോ എന്നോടൊന്നും ചോദിക്കുന്നതായി ഞാൻ കണ്ടില്ല, അങ്ങനെ പറഞ്ഞത്. പിണറായിയുടേതായ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞു. സാധാരണ നമ്മളൊക്കെ എന്താ പറയാ? എന്നോടൊന്നും ചോദിച്ചില്ല, ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയല്ല പറയാ. പക്ഷെ പിണറായി എന്താ പറഞ്ഞത്? എന്നോടൊന്നും ചോദിക്കുന്നതായി ഞാൻ കണ്ടില്ല, ഞാൻ അവരോടൊന്നും പറയുന്നതായി ഞാൻ കേട്ടില്ല. ഇതെപ്പോഴാ പറഞ്ഞറിയോ? ഈ പാവ അന്തംഗമ്മികള് പിണറായിനെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഈറ്റിങ്ങളെല്ലാം പാടെ EDന്റെ കാറ് കുത്തിപ്പൊളിച്ച് 29 എണ്ണത്തിന് പോലീസ് വിളിച്ചുകൊണ്ടുപോയി, 300 എണ്ണത്തിന് കേസെടുത്ത് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഉപ്പിന് പറയുന്നത് എന്നോടൊന്നും ചോദിച്ചില്ല.
എടോ ഉളുപ്പില്ലാത്തവനെ, ഒരു വകക്ക് കൊള്ളാത്തവനെ അന്ന് പറയണ്ടോ. ഈ പുറത്ത് അന്തംഗമ്മികൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമ്പേ ഒന്ന് കൊലായിന്ന് വിളിച്ച് പറയണ്ടേ. എടോ സഖാക്കളെ പൊയ്ക്കോളി, ഇനിയല്ല ചോദ്യം ചെയ്യുന്നത്, എന്റെ മോളെയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോരായിരുന്നോ? ഇത് പിന്നെയാണ് പറയുന്നത്. വീണയുടെ കാര്യത്തിൽ ഇനി വീണ എന്ന് നോക്കിക്കോളും. ഇത്രയും കാലം 3-4 കൊല്ലായിട്ട് എല്ലാ സഖാക്കന്മാരും ടി വിക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് ഈ പറയുന്ന പത്രക്കാരുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞു മെഴുകുകയാണ്. വീണ. അവസാനം 3-4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ബോധോദയം. വീണയുടെ കാര്യം നോക്കിക്കോളും. വീണയുടെ കാര്യം നോക്കിയിട്ടൊന്നും കാര്യമില്ലടോ, ഇടി പിടിക്കും. അപ്പൊ ബുധനാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ചയോ വീണ ഇഡിക്ക് മുമ്പിൽ ഇരുന്ന് കൊടുത്താൽ മതി, ബാക്കി ഇടി പിടിച്ചോളും. ഇരുന്ന് കൊടുത്ത കാരണം ഇടി കട്ടക്കലിപ്പിലാണ് കേട്ടോ. ഇടി കട്ടക്കലിപ്പിലാണ്. വിടില്ല വീണയെന്ന്. കാരണം ഇടി പല റെയ്ഡും നടത്തിക്കുന്ന എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? റെയ്ഡ് കഴിഞ്ഞു വരുമ്പോ കാറ് കുത്തിപ്പൊട്ടിക്കുക, അതിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് കണ്ട് പീഡിപ്പിക്കുക, ഇത് എവിടെയും കേട്ടിരിക്കുന്നു. അപ്പൊ ഇഡി ഇവരെ വിടില്ല. അതുകൊണ്ടാണ് ഇഡിയുടെ ഡയറക്ടർ ഇവിടെ വന്നിട്ട് വേണ്ട നിർദ്ദേശം കൊടുത്തത്. ഇപ്പൊ CBI കൊണ്ടുവരാൻ പോവുകയാണ്. എല്ലാറ്റിനും ജീവിതകാലം മുഴുവൻ ഉണ്ടതീറ്റിക്കും. അത് അവരുടെ കാര്യം. പിണറായി വിജയന്റെ കാര്യം, വീണ ഇഡിക്ക് മുമ്പിൽ ചോദ്യം ചെയ്യാനിരുന്നാൽ, ഇഡി ഒരു 10 ചോദ്യം ചോദിച്ചാൽ വീണ അതിന് മറുപടി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിൽ നിന്ന് തെളിയുന്ന കാര്യം എന്താണെന്നറിയോ? ഇതൊക്കെ ചെയ്തത് തനിക്ക് വേണ്ടിയിട്ടല്ല, അച്ഛന് വേണ്ടിയിട്ടാണ്. അതല്ലേ ഇത് സത്യം. വീണക്ക് വേണ്ടിയിട്ട് എന്തിനാണെന്ന് ഈ പറയുന്ന 8 മുട്ടും അറിയാത്ത 3-ാം ക്ലാസ്സിൽ തട്ടിമുട്ടി പാസ്സായ വീണ എന്ത് ചെയ്തിട്ടാണ്? വീണക്ക് പൈസ കൊടുത്തത് വീണയുടെ അച്ഛൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ? വീണയുടെ അച്ഛന്റെ കയ്യിലാണ് ഈ പരിസ്ഥിതി വകുപ്പ്, അതിന്റെ മലിനീകരണ നിയന്ത്രണ ബോർഡ്. ആ നിയന്ത്രണ ബോർഡിന്റെ അഭിഭാഷകൻ ഈ പറയുന്ന വീണയുടെ അമ്മോൻ അല്ലേ? അമ്മോനും അമ്മൂസാങ്കിയും എന്താ പറയാ അച്ഛനും അമ്മയും എല്ലാം പാടെ ചേർന്നൊരു കർക്ക് കമ്പനി. ഇവരാണ് കഴിഞ്ഞ 5 കൊല്ലം കേരളത്തെ കൊള്ളയടിച്ചത്. ഈ പറഞ്ഞ 2.78 കോടിയിൽ നിൽക്കില്ല കേട്ടോ. ഷോൺ ജോർജ് പറഞ്ഞത് 2.78 കോടി ഒന്നുമില്ല, അതൊരു ലിമിറ്റഡ് കാലയളവിൽ കിട്ടിയതാണ്. പിന്നെയും കോടികൾ ഉണ്ടെന്നേ. ഇതൊക്കെ എവിടെയാണ്? ഇന്ത്യയിലൊന്നല്ല, ഇതൊക്കെ വിദേശ ബാങ്കുകളിൽ. അന്വേഷണം വരും. ഇഡി വന്നു, ഇഡിന്റെ പിന്നാലെ CBI വരും, ഇഡിയുടെ പിന്നാലെ CBI വരും. വീണയല്ല കുടുങ്ങുക. വീണ ഉത്തരം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇഡി അടുത്ത് പിടിക്കാൻ പോകുന്നത്. നിനക്ക് 2.78 കോടി കിട്ടിയത് ആരാണ് ഉത്തരവാദി ആരാണ്? വിളി തന്തപ്പിടിയെ അടുത്ത് ഇഡി ചോദ്യം ചെയ്യാൻ പോകുന്നത് പിണറായി വിജയനായിരിക്കും. അപ്പം പിന്നെ ഈ അന്തംഗമ്മികള് വീണ്ടും ഇഷ്ടിക ഇറക്കും. വീണ്ടും ഇഷ്ടികക്ക് വില കൂടും കേരളത്തിൽ. ഇഷ്ടികയുമായി ലക്ഷക്കണക്കിന് യുവാക്കൾ മാർച്ച് ചെയ്യും ഇഡി ഓഫീസിലേക്ക്. എവിടെ മാർച്ച് ചെയ്യാൻ? ആരും പോകില്ലടോ. ആൾക്കാർക്ക് മനസ്സിലായി. ഇവിടെ ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതായത് തിരുവനന്തപുരത്തെ പിണറായിന്റെ വീട്ടിന്റെ മുന്നിൽ ഏതാണ്ട് ഒരു 300 ആൾക്കാരാണ് തടിച്ചു കൂടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിണറായി കേരളത്തിലെ ഈ ഒരു PBM അല്ലെ, CPM-ലെ PB അംഗമായ, കേരളത്തിലെ അല്ല ലോകത്തിലെ തന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏക നേതാവായ കാരണഭൂതത്തിന്റെ വീട്ടിൽ ഒരു റെയ്ഡ് നടക്കുമ്പോ ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ വരേണ്ടത്? ഇവിടെ സഖാക്കളാകെ ഇളകി മറിയില്ലേ? ആകെ വന്നൊരു 300 ആൾക്കാര്. ആ 300 ആൾക്കാർ തന്നെയോ ഗുണ്ടകള്, ക്രിമിനലുകള്, പിന്നെ 8 മുട്ട് അറിയാത്ത കുറെ SFI പിള്ളേരും. ഇവരാണ് 300 ആൾക്കാർ വന്നത്. ധർമ്മടത്ത് വന്നത് ആകെ 100-150 ആൾക്കാര്, അത്രയേ ഉള്ളൂ. ധർമ്മടത്തൊക്കെ എത്ര ആൾക്കാരാണ് വരിക? അതോടെ നിന്നില്ലേ? പിന്നെ അതിന് തുടർച്ചയായിട്ട് വല്ല ഉണ്ടായി ഒന്നുമില്ലാന്ന് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ ഇഡി പിടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഇവിടത്തെ UDF-കാരല്ല കൂട്ടരെ. UDF-കാരല്ല, BJP-കാരല്ലെന്ന് പാർട്ടിക്കുള്ളിലുള്ള സഖാക്കളാണ് കാത്തിരിക്കുന്നത്. ചെങ്ങായിനെ എപ്പോഴാ പിടിച്ചുകൊണ്ടുപോവുക? കാരണം പാർട്ടി നന്നാവണമെങ്കിൽ ഈ മാരടത്തെ ഒഴിവാക്കണ്ടേ? ഇതെങ്ങനെ ഒഴിവാക്കും? കഴിഞ്ഞ ദിവസം KG ജ്യോതിർഘോഷ് പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ പറയുകയുണ്ടായി, എന്തുകൊണ്ടാണ് CPM ഗതി പിടിക്കാത്തത്? എന്തുകൊണ്ടാണ് CPM ഈ രീതിയിൽ ഗതി പിടിക്കാതെ പോയത്? ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കാരണം അതിന്റെ നേതാവാരാ? അതിന്റെ നേതൃത്വത്തിലാരാ? പിണറായി വിജയൻ. എത്ര കാലമായി? 28 കൊല്ലമായി. നിങ്ങൾക്കറിയോ? 1998 ഈ മുതല് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആവുന്നത്. 1998. അത് കഴിഞ്ഞ് ഈ 2016 മുതൽ 26 വരെ 10 കൊല്ലം മുഖ്യമന്ത്രിയുമായി.
പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത പദവി, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പാർട്ടിയുടെ പരമോന്നത പദവി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 26-28 കഴിഞ്ഞ 28 വർഷം ഒരു മനുഷ്യായുസിന്റെ പ്രവർത്തന നിരതമായ ഒരു മനുഷ്യായുസിന്റെ പകുതിയാണ് ഏതാണ്ട് 28-30 വർഷം എന്നൊക്കെ പറയുന്നത് അല്ലേ? അത്രയും കാലം CPM-നെ നിയന്ത്രിച്ചിരുന്നത് ആര്? ഈ പിണറായി വിജയൻ. ഏത് പിണറായി വിജയൻ? ഒരു വകുക്കുകൊള്ളാത്ത. ഈ ജ്യോതിർ ഘോഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആ ഇന്റർവ്യൂല് മോഹൻലാലുമായിട്ടുള്ള ഇന്റർവ്യൂല് സത്യം പറയാലോ മോഹൻലാലുമായിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, ഒരു പെയ്ഡ് ഇന്റർവ്യൂ. അതായത് മൂപ്പര് ഭയങ്കര സ്വാത്വികനാണ്, കാരുണ്യവാനാണ് എന്നൊക്കെ ധ്വനിപ്പിക്കുന്ന അതിനു വേണ്ടിയിട്ട് മോഹൻലാലിനെ കൊണ്ടുവന്നും കണ്ട് ഒരു വൈറ്റ് വാഷിംഗ് ഉണ്ടായിരുന്നല്ലോ. സത്യം പറയാലോ ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടില്ല. അവിടെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ. മുഴുവൻ കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടില്ല. ജ്യോതിഷോട് പറയുന്നത് എന്താന്ന് വെച്ചാല് അതിൻ്റെ അകത്ത് ഉണ്ടത്രേ, ആ ഇന്റർവ്യൂവിൽ ഉണ്ടത്രേ, മോഹൻലാൽ ചോദിക്കുകയാണത്രേ ഈ പാർട്ടി പ്രവർത്തനത്തെ കുറിച്ച്. അപ്പൊ പിണറായി പറയുന്നു, പാർട്ടിയിലെ EMS AKG തുടങ്ങിയ പാർട്ടിയുടെ മഹാരഥന്മാരുണ്ടല്ലോ, അവരുടെ അത്രയൊന്നും ബോധവും വിവരം എനിക്കില്ല. അവരെ പോലെ ബോധവും വിവരവും എനിക്കില്ല. കമ്മ്യൂണിസത്തെ കുറിച്ച് അവർക്കുള്ള അത്ര ആഴത്തിലുള്ള അറിവ് എനിക്കില്ല. എനിക്ക് പ്രായോഗിക വിവരം മാത്രമേ ഉള്ളൂ. മൂപ്പരെ പ്രായോഗിക വിവരം എന്താ? പിണറായി വിജയന്റെ പ്രായോഗിക വിവരം എന്താ? സുധാകരനോട് ചോദിച്ചാൽ മതി. കണ്ണൂരിലെ സുധാകരനായിട്ട് ചോദിച്ചാൽ മൂപ്പര് പ്രായോഗിക വിവരം പറയും. എന്ന് പറഞ്ഞാൽ ബ്രണ്ണൻ കോളേജ് പഠിക്കുമ്പോൾ അടി ഉണ്ടാക്കുക അല്ലേ? ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ സുധാകരേട്ടൻ പറഞ്ഞതാണ് പ്രത്യേക ആക്ഷൻ കാണിച്ചാൽ ആൾക്കാരൊക്കെ പ്രാണരക്ഷാർത്ഥം ഓടുമെന്നാണ് പിണറായി വിജയൻ നമ്മളോട് പറഞ്ഞത് അല്ലെ? ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ഇന്ദ്രൻ ചന്ദ്രനും ഇടയിലൂടെ തലയുയർത്തി നടന്നു വന്നവനാണ് ഞാൻ എന്നൊക്കെയാണ് ഈ പിണറായി വിജയൻ പ്രസംഗിച്ചത്. ഒരു മണ്ണാങ്കട്ടിയില്ല. ഊരിപ്പിടിച്ച വാള് കാണുമ്പോഴത്തേക്ക് മൂത്രൊഴിക്കുന്ന ആളാണ് ഈ മനുഷ്യൻ എന്ന് പറയാൻ പേടിക്കൊടലനാണ്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിൽ അട്ടപടലം പൊട്ടിയിട്ട് ഒന്ന് തല കാണിച്ചിട്ട് ജനങ്ങളോട് പറയാ മാപ്പാക്കണം എന്ന് പറയണ്ടേ? ഞാൻ ആകെ തോറ്റുപോയി എന്ന് പറയണ്ടേ? തോൽവിക്കുള്ള കാരണം പറയണ്ടേ? ഈ മനുഷ്യൻ ഇന്നവരെ പറഞ്ഞില്ല. കാരണം പേടിയാണ്. പേടിക്കുമ്പോഴാണ് എന്ന് പറയാൻ ലോകത്തിലുള്ള എല്ലാ ഏകാധിപതികളും ഏറ്റവും വലിയ പേടിക്കൊടലന്മാരായിരുന്നു. അഡോൾഫ് ഹിറ്റ്ലറിന്റെ കഥ വായിക്കുമ്പോൾ അറിയാം, ഏറ്റവും വലിയ പേടിക്കൊടലനായിരുന്നു അയാൾ. ആ പേടിയിൽ നിന്നാണ് ഫാസിസം ജനിക്കുന്നത്. അതുപോലെയാണ് പിണറായി വിജയൻ. പേടിയാണ് ഇയാൾക്ക്. അപ്പൊ ഈ പിണറായി വിജയൻ ചെയ്ത ഏറ്റവും കൊടും ക്രൂര കൃത്യം എന്ന് പറയുന്നത് ആ പേടി മാറ്റാൻ വേണ്ടി പേടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇയാളുടെ ഈ പറയുന്ന ഈ എന്താ പറയാ ആക്രമണോത്സുകത. ആക്രമണോത്സുകത എന്ന വാക്ക് തന്നെയാണ് നല്ലത്. വടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം ഞാൻ പറഞ്ഞു. വടിക്കൽ രാമകൃഷ്ണന്റെ ആ പ്രതിപട്ടികയിൽ നിന്ന് പിണറായി വിജയൻ ഒഴിവായി പോയി. പക്ഷേ TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്നിട്ടും എന്തോ ഗൂഢാലോചന അന്വേഷിച്ചിരുന്നെങ്കിൽ KK രമ പറയുന്ന പോലെ TP ചന്ദ്രശേഖരനെ കൊല്ലാൻ ഉത്തരവിട്ടത് ആരാണ്? കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഞാൻ ബാക്കി പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്കറിയാം കാര്യങ്ങൾ. കുലകുത്തിയാണ് ആൾ, മരിച്ചിട്ടും കുലകുത്തിയാണെന്ന് പറയുന്ന ഒരാളുടെ മനസ്സിന്റെ ആ വിഷം, മനസ്സിൽ അടിഞ്ഞിരിക്കുന്ന വിഷം നമുക്കറിയില്ലേ?